പ്രിയപ്പെട്ടവരെ നമസ്കാരം. മധുര വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തുകൊണ്ട് വിശേഷങ്ങൾ, കൃഷിക്കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇപ്പം വേനൽ സമയമാണ്, നന്നായിട്ട് പുതയിട്ട് കൊടുക്കണം. പച്ചക്കറികളൊക്കെ നടുമ്പോഴത്തേക്കിന് തേക്കട്ട ചുവട്ടിലൊക്കെ കരിയിലകളും അതുപോലെ തന്നെ ഈ പച്ചപ്പൊക്കെ ഇല്ലേ, അതായത് എന്താ പറയുന്നത്, പുല്ലുകളൊക്കെ കളകളൊക്കെ അതൊക്കെ പറിച്ച് വൃത്തിയാക്കുമ്പോൾ ആ പച്ചക്കറി തൈകളുടെ ചുവട്ടിൽ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അത് അലിഞ്ഞ് അങ്ങ് മണ്ണിലോട്ട് അലിഞ്ഞങ്ങ് ചേർന്നോളും. ജൈവാംശം കൂടുതൽ നമ്മുടെ മണ്ണിന് കിട്ടുകയും ചെയ്യും. ഒന്നും വാഴാക്കി അവിടെ ഇവിടെയും പറിച്ച് കൂട്ടിയോ കത്തിച്ചോ കളയാതിരിക്കുക. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും നമ്മൾ നനയ്ക്കുക. കീടങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന ജൈവ മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നീം ഓയിൽ, കുളിച്ച കഞ്ഞിവെള്ളം ഇവയൊക്കെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കീടങ്ങളൊന്നും വരാതിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നല്ല ഉഷാറായിട്ട് പച്ചക്കറി തൈകളൊക്കെ നടുകയും അതിൻ്റെ വിളവെടുക്കുകയും ചെയ്യണം. നട്ടാൽ മാത്രം പോരാ, അതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് നമ്മളതിൻ്റെ വിളവെടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെക്കുമ്പോഴത്തേക്കിന് നമ്മൾ ചില ആൾക്കാരൊക്കെ ഉണ്ട്, കൃഷിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് കീടങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് അതിനകത്ത് നമ്മൾ പിന്മാറും. പിന്നെ അവർക്കൊരു താല്പര്യവുമില്ല. നമ്മളപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രകൃതിയിലെ കീടങ്ങളൊക്കെ ധാരാളമുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം അവർ വരാതിരിക്കാനുള്ള മാർഗ്ഗമാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാം നട്ട് പന്തലിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജൈവമാർഗ്ഗമോ അല്ലെ എന്തെങ്കിലും കീടനാശിനികളൊക്കെ തളിച്ച് കൊടുത്താൽ പോരാ. ഇത് നട്ട് വലുതായി തുടങ്ങുമ്പം തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും ഈ ജൈവ കീടനാശിനികളൊക്കെ തളിച്ചു കൊടുക്കണം. നമ്മൾ കെമിക്കൽ ഉപയോഗിച്ചല്ല കൃഷി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, തക്കാളിയെ, പച്ചമുളക്, ഇതൊക്കെ മാരക വിഷങ്ങളാണ്. എല്ലാ പച്ചക്കറികളിലുണ്ട്. ഏതായാലും കൂടുതൽ ഒരു തക്കാളി നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചാൽ ചീഞ്ഞു പോകുന്നില്ല. എത്ര ആഴ്ചകൾ അത് ഇരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്തൊക്കെ ധാരാളം ആയിട്ട് ഈ കീടനാശിനികൾ തളിക്കും. അതിങ്ങനെ തളിക്കുക തന്നെയല്ല, അതിനകത്ത് മുക്കിയാണ് ഇവരെടുക്കുന്നത്. ടാങ്കിലിട്ട് എല്ലാം ഇതിൽ കലക്കിയിട്ട്, ഇത് കേടായി പോകാതിരിക്കാൻ കലക്കിയിട്ട് വലിയ നെറ്റ് പോലുള്ള സംഭവത്തിലൂടെ തക്കാളി എല്ലാം എടുത്തിട്ട് മുക്കിയെടുത്ത് ഇടുമ്പം തന്നെ അപ്പടി കെമിക്കൽസ് അതിൽ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ പച്ചക്കറികൾ മേടിക്കുമ്പോൾ എപ്പോഴും നല്ല വെള്ളത്തിലിട്ട് വെച്ചേക്കണം. വെള്ളത്തിലിട്ട് വെച്ച് അതെല്ലാം കഴുകിയെടുത്തതിന് ശേഷമേ നമ്മൾ ഉപയോഗിക്കാവൂ. അങ്ങനെയുള്ള കുറേ അല്ലെ വിനാഗിരി വെള്ളത്തിൽ പച്ചക്കറി തൈകൾ നടാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഗ്രോ ബാഗിലോ മണ്ണിലോ ആണ് തടവെടുത്ത് നമ്മൾ വളങ്ങളെല്ലാം ചേർത്ത് മിശ്രിതം തടത്തിലിടുമല്ലോ. അപ്പോൾ ആ മിശ്രിതത്തിലോട്ട് നേരിട്ട് ഈ പച്ചക്കറികൾ തൈകൾ നമ്മൾ വെക്കാതെ നമ്മൾ തൈകൾ നടുന്ന ഭാഗത്ത് നമ്മുടെ സാധാ മണ്ണ് സ്വപ്പമിട്ടിട്ട് അതിലോട്ട് ഈ തൈകൾ നട്ട് കഴിഞ്ഞാൽ എളുപ്പം നശിച്ചു പോകത്തില്ല. കാരണം വെച്ചാൽ വളത്തിലോട്ട് ഇടുമ്പോഴത്തേക്കിന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ ചില തൈകളൊക്കെ അങ്ങ് ചീഞ്ഞു പോകും. അപ്പം മിതമായ രീതിയിൽ വെള്ളം ഒഴിക്കുക. ഈ രീതിയിൽ സാധാ മണ്ണൂടെ നടുന്ന ഭാഗത്ത് മാത്രം ഇട്ട് നടുകയൊക്കെയാണെങ്കിൽ ഈ പച്ചക്കറി തൈകളൊന്നും പോകാതിരിക്കും. അപ്പം നമുക്കത് നന്നായിട്ട് വളർന്ന് അതിനകത്ത് നല്ല വിളവെടുക്കുകയും ചെയ്യാം. അപ്പം തൈകൾ നടുന്നവരങ്ങനെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തടത്തിൽ കുരുവിട്ട് കിളിപ്പിച്ച് വെക്കുമ്പോൾ പിന്നെ അത് പറിച്ച് കണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ എടുക്കുക. അല്ല പേപ്പർ ഗ്ലാസ്സിൽ മിശ്രം തയ്യാറാക്കിയിട്ട് കുരുവിട്ട് കിളിപ്പിച്ചിട്ട് ആ പേപ്പർ ഗ്ലാസ് ചൂടൊന്ന് ലൂസാക്കിയിട്ട് അതുപോലെ തന്നെ അങ്ങ് ഗ്രോ ബാഗിൽ തടത്തിൽ വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ എല്ലാവരും അടുക്കളത്തോട്ടം റെഡിയാക്കണം, പച്ചക്കറി കൃഷികൾ ചെയ്യണം. എല്ലാ നഴ്സറികളിലും ധാരാളം ഹൈബ്രിഡ് തൈകളൊക്കെ ലഭ്യമാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റും നിങ്ങളുടെ അഭിപ്രായവും പറയണം. ഓക്കെ.